വയനാട് റായ്ബറേലി ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിച്ച രാഹുൽ ഗാന്ധി ഒരു മണ്ഡലം ഒഴിയും. അതേതായിരിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് നമ്മൾ ഇന്നത്തെ ദിവസം കാത്തിരിക്കുന്നത്. റായ്ബറേലി നിലനിർത്തി വയനാട് ഒഴിയും എന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. വയനാട്ടുകാർക്ക് അത് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. രാഹുലിന് പകരം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായേക്കുമെന്ന് കേൾക്കുന്നു. നോബിൾ മാരിക്കാരൻ നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. ഗുഡ് ഈവനിംഗ് നോബിൾ മാരിക്കാരൻ, തീരുമാനമായോ? ഗുഡ് ഈവനിങ് സുജിയ. തീരുമാനം ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. വയനാട് റായ്ബറേലി മണ്ഡലങ്ങൾ വിജയിച്ച രാഹുൽ ഗാന്ധിക്ക് ഒരു മണ്ഡലം ഒഴിഞ്ഞേ മതിയാകൂ. ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ, അതായത് മറ്റന്നാളിനുള്ളിൽ അത് തീരുമാനം പ്രഖ്യാപിക്കുകയും വേണം. വയനാട് ഒഴിയും എന്നത് ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന മീറ്റിങ്ങുകളിലെല്ലാം രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തണം എന്ന ആവശ്യമാണ് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് റായ്ബറേലി നിലനിർത്തണം എന്ന തീരുമാനത്തിലേക്ക് എന്താണെങ്കിലും കോൺഗ്രസ് ഈ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ ആ പ്രഖ്യാപനം ഇപ്പോഴും നടത്തുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ ആ പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ നാളത്തേക്ക് അത് മാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പ്രധാനമായും റായ്ബറേലി രാഹുൽ ഗാന്ധി നിലനിർത്തുമ്പോൾ വയനാട് ഒഴിയുകയാണ്. അപ്പോൾ ആര് വയനാട് മത്സരിക്കും എന്തായിരിക്കും ഇനിയിപ്പോൾ ഉയരാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി ചർച്ചകളിലേക്ക് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിനും കോൺഗ്രസിൻ്റെ കയ്യിൽ ഉത്തരമുണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മാറിയാൽ പ്രിയങ്ക ഗാന്ധിക്ക് ആ സീറ്റ് നൽകാനുള്ള സൂചന ഉണ്ട് എന്ന് നേതാക്കളോട് സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നു. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി മത്സരിക്കണം എന്ന ആവശ്യം സംസ്ഥാനത്തെ നേതാക്കൾ അടക്കം പങ്കുവച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയോട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ വയനാട് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും അനായാസമായി വിജയിച്ചു കയറുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം കൃത്യമായ ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ട്. അതോടൊപ്പം എക്കാലവും കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. സ്വാഭാവികമായും ആ മണ്ഡലം ഒഴിയുമ്പോൾ അതിന് അവകാശവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് പല വിഭാഗത്തിൽ നിന്ന് ആളുകൾ, പല നേതാക്കൾ എത്തും എന്ന കാര്യത്തിലും കോൺഗ്രസിനുള്ളിൽ ചില നേതാക്കൾക്ക് ധാരണയുണ്ട്. ആ പശ്ചാത്തലത്തിലൊക്കെ പ്രിയങ്ക ഗാന്ധിയോട് മത്സരിക്കുകയാണെങ്കിൽ ആ പ്രതിസന്ധികൾക്കെല്ലാം കൃത്യമായ രീതിയിൽ തടയിടാം. പ്രിയങ്ക ഗാന്ധിയോടെ തന്നെ മണ്ഡലം അനായാസം വിജയിച്ച് കയറാനും കഴിയും. അത് മാത്രമല്ല, ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധി ഉള്ളത് പ്രതിപക്ഷത്തിൻ്റെ അടക്കം പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജം പകരും എന്ന വിലയിരുത്തലും പാർട്ടിക്കുണ്ട്. അതാണെങ്കിലും രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുന്ന പ്രഖ്യാപനം ഉണ്ടായാലും അതോടൊപ്പം തന്നെ പ്രിയങ്കയുടെ പേര് പറയാനുള്ള സാധ്യത, അല്ലെങ്കിൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ചില നേതാക്കൾ വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് വരുന്ന 6 മാസത്തിനകം മാത്രമായിരിക്കും വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുള്ളൂ. സ്വാഭാവികമായും ആ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും പിന്നീടുള്ള ചർച്ചകളിലേക്ക് പോകുമ്പോഴായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്താണെങ്കിലും വ്യക്തമാകുന്നത്. അതാണെങ്കിലും രാഹുൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് റായ്ബറേലിക്കും അതോടൊപ്പം തന്നെ വയനാട്ടിനും സന്തോഷം തരുന്ന തീരുമാനം തൻ്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ്. ആ സന്തോഷം നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. വയനാട് രാഹുൽ ഗാന്ധി ഒഴിയുകയും പിന്നീട് പ്രിയങ്ക ഗാന്ധിക്ക് ആ സ്ഥാനാർത്ഥം അവിടെ നൽകുകയും ചെയ്യുന്നതിലൂടെ വയനാടിനെ സന്തോഷിപ്പിക്കുക എന്നതാണ് കോൺഗ്രസ് കണ്ടുവച്ചിരിക്കുന്ന ഒരു പോംവഴി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. ഇതുവരെ ആ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഉണ്ടായില്ലെങ്കിൽ അത് വരും ദിവസങ്ങളിലായിരിക്കും പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസ് കടക്കുക. ഓക്കെ, ആ തീരുമാനം അവിടെ നമ്മൾ കാത്തു നിൽക്കുന്നു. പ്രിയങ്ക ഗാന്ധി എന്ന് ഡൽഹിയിൽ നിന്ന് നോബിൾ മാരിക്കാരൻ വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ മറ്റൊരു പ്രതികരണവുമായി